ഫോൺ എടുത്തോ. ഇതന്നെ പാൻ്റെ അങ്ങ് കയറിയിരിക്കുന്നേ. ആര് പറഞ്ഞേ? പ്രിൻസിപ്പിള്ളേർ നടക്കുന്നല്ലോ നടക്കുകയല്ലേ. ഞാനാണ് ജെൻസി, നമ്മൾ കിളവി. ടെസ്റ്റ് എല്ലാ വർഷം ഉള്ളതല്ലേ? അതെ, ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ പ്രൈവറ്റ് ആയിരുന്നു. ശകലം വില കൂടുതലായിരിക്കും. അതുപോലെ ക്ലിയറൻസ് ഒന്നും ആരെ അല്ല, ഞാൻ പറഞ്ഞ പ്രാസാനോട് ആരുടെ കൈ വീശിയാ പോകുന്നെങ്കിൽ കുട പിടിക്കും. എന്തിനു പോവാ പറഞ്ഞിട്ടോ? നീ എന്തിനാണ് പോകുന്നത്? പല്ല്, ഒരു പല്ലുമുണ്ട്. 2 വർഷമായിട്ട് നടക്കുവാ പല്ലിൻ്റെ പുറത്ത്. എടുത്തടിച്ച് ദൂരെ കളയുന്നേ പല്ല്. ഈ വെയിലത്ത് കുടയില്ലാതെ നീ എൻ്റെ കൂടെ വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേണ്ട, തിരിച്ചു വരുമ്പോൾ നീ കൊടുത്താൽ പോരെ. ശ്യാമളമ്മ നീ വന്നു കഴിഞ്ഞിട്ടല്ലേ ശ്യാമളമ്മ കുട എടുക്കുന്നത്. എൻ്റെ അലക്ക് കടവ് പിന്നെ വെയിലല്ലേ? ഒട്ടും വെയിലില്ല.
ഞാൻ ആ പുറകെ വന്നു. ചേച്ചി ഇവിടെ വന്നപ്പോൾ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ അങ്ങോട്ട് അന്നേരം കണ്ടത്. ഞാൻ അടയ്ക്കാൻ തുടങ്ങുന്നത് അവിടെ വെച്ച് പൈസ എടുത്ത് കഴിഞ്ഞിട്ട് അത് അവിടെ കാണിച്ചു. അതാ പറ്റിയത്. ഞാൻ തന്നെ ആ ചേട്ടനെ ഓടിച്ചെന്നു. ചേച്ചി കാണാല്ലേ? അന്നേരം കാണാനില്ല. അന്നേരം ഞാൻ വിളിച്ചു. സ്വിച്ച് ഓഫ് ഞാൻ വീട്ടിൽ പരക്കച്ചറ ഇപ്പൊ ഞാൻ പരക്കച്ചറയില്ല. അന്നേരം അവിടെയാണ് റേഞ്ചിന്റെ പ്രശ്നം. വേറെ വിളിച്ചിട്ട് 31 കിട്ടിച്ചില്ല. വിഷുവായിട്ട് അങ്ങോട്ട് വരാം. ആലക്കുളം അതിന് മുന്നോട്ട് പോകും. ആലക്കുളം അവിടെ ഒരു കുറ്റിപ്പാലല്ലേ, അത് അകത്തോട്ടല്ലേ റോഡ് കപ്പല്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകണം. ആ മെയിൻ റോഡ് തന്നെ നേരെ പോകണം. പാലം കഴിഞ്ഞ് കയറ്റം കയറി നമ്മൾ കുറേ പോകണം. ആ കൂപ്പ് അതിന് ചെല്ലുമ്പോൾ കൂപ്പിന് അങ്ങോട്ട് ഇടത്തോട്ട് നിന്ന് റോഡ് പോലെ ആരാണ് എപ്പോൾ വന്നാലും ഇതുപോലെ ഓരോ ബേക്കറിലാട്ടോ. പാവ ശാംഭവി. പിടിച്ചോ നീ ഭയങ്കര അലമ്പാട്ടോ. നിനക്കൊന്നും കഴിയില്ല. ഇതുപോലൊരു മടിച്ച് കുട ഞാൻ പിടിക്കണം, ബാഗ് പിടിക്കണം, ക്യാമറ പിടിക്കണം. ഇനി നിന്നെയും കൂടെ എടുത്താലോ എന്നൊരാലോചന. വളരെ നല്ല കാര്യം. അമ്മ കേക്കാം. അവിടെ എത്തിയെന്ന് പറഞ്ഞേക്ക്. എന്നറിയോ എടുത്താൽ ശരിയാകത്തില്ല. അമ്മയ്ക്ക് വീഡിയോ കാണുമ്പോൾ കണ്ടാൽ മതി. ഇതേ അയ്യപ്പോ കോട്ടയം കേരളങ്ങോട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ പല്ല് വീഡിയോ എടുക്കരുത്. അത് ഇല്ലെന്നാ. നിനക്ക് എന്നതാ നിന്റെ പല്ല് എല്ലാവർക്കും അറിയാവുന്ന പല്ലാണ്. ആണോ? അതല്ല, ആരും തല്ലിക്കൊഴിച്ചൊന്നും അല്ലല്ലോ. എന്നാലും വീണ്ടും നാരായണന്റെ പല്ല് പറിക്കാൻ പോകും. അതിനിപ്പോ എന്തോ നിന്റെ സുന്ദരിയായിട്ടല്ലേ ഇനി കാണുന്നേ. അടിപൊളി. വേണ്ട മാറാവോ? ഞാൻ എടുത്തോട്ടെ. അല്ല അപ്പോളോണിയ അല്ല ബാബു നോക്ക. ഊഞ്ഞാലൊക്കെ നോക്ക്, വൻ സെറ്റപ്പ്. പൈപ്പ് വെച്ചല്ലോ. ഇതെന്നാ കളിയാണ്? ചെറിയ കളി സ്ട്രോബെറി ഇവിടെ മൊത്തം സ്ട്രോബെറി അല്ലായിരുന്നു. ആ സാധനം നമ്മുടെ കാലാവസ്ഥയ്ക്കൊന്നും ഉണ്ടാകത്തില്ല. കിട്ടിയോ? ഇവിടെ ഉണ്ടാവും. പഴുത്തത് കായുണ്ടായിരുന്നത് കായുന്നു. അതിന് ഈ കളറ് അതുകൊണ്ടാണ് ഈ കളറ്.
ഇന്ന് മുതൽ ഇവിടെയാണ് പണി. പുതിയ സ്ഥലം. പിന്നെ അത് കഴിഞ്ഞ് അതുണ്ട്. സിറ്റോസ്കോപ്പിയ. എന്നാ ഇതൊന്ന് നോർത്ത് തരുമോ? പല്ലല്ലേ എടുത്തുള്ളൂ. അത് ബാഗിനകത്ത് വെക്ക്. വെള്ളം കുടിക്കുന്നുണ്ടോ? ഇപ്പം കാണാമായിരുന്നു. കണച്ച് നിറയാം. ഇങ്ങനെ വെച്ചാൽ വരും. ആ അത് കട്ടിക്കൊന്നും പിന്നെ കഴിക്കരുത് കേട്ടോ. ഒരു ദിവസം പോയതേ ഉള്ളൂ. ഞാൻ കുറച്ച് കഴിവായിരിക്കും. ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഇറങ്ങുന്ന കാര്യം നോക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി ചൂടാണ്. ധന വരെ ഒന്ന് പോയിട്ട് വരാം. എനിക്ക് ഉള്ളി മേടിക്കണം. ബാ ധനായി ഇതിലെ കൂടെ പോകാം. ബാ എന്നിട്ട് പോയി നല്ല വെയ്യ. എങ്ങനെ നടന്നു പോവാ ദൈവമേ. മനുഷ്യൻ വരുമെന്ന് പോലും അറിയത്തില്ല. അവിടെ പെട്ടെന്ന് വണ്ടി ഞാൻ എടുത്തേക്കുക. മനുഷ്യർക്കെല്ലാം തിറുതിയാണ്. എല്ലാം ഇവിടെ കാണിക്കുന്നത്. ഇല്ല ഇതന്നെ റിമോട്ട് പോയത്. ഫുൾ ടൈം റിമോട്ട് കയ്യിലാണോ നമ്മുടെ പൊന്നിൻ്റെ? അമ്മ പോയില്ലേ? നമുക്ക് കാലം ഇറങ്ങും. ആ ഒന്നും മേടിച്ചില്ല മോനെ. എപ്പോഴും എന്ത് മേടിക്കാനാ? അതെ ചേച്ചിയുടെ പല്ല് ശരിയാക്കാൻ പോയതല്ലേ. ഞാൻ തന്നെ വലിയൊരു ചിലവല്ലേ. പിന്നെ ഇല്ലടാ ഒന്നും കഴിച്ചില്ല. വിശന്നിട്ടും വയ്യ. വിശക്കുന്നുണ്ട് അമ്മയ്ക്ക്. പിന്നെ ആശുപത്രിയിൽ നിന്ന് എന്നാ കഴിക്കാനാ? ആശുപത്രി ചോറ് കിട്ടുമോ? ഈ അങ്ങോട്ട് പൊക്കോ. ബാ എന്നെ നുള്ളി പറിക്കാതെ. പിന്നെ മാന്തിയ നിന്നെ ഞാൻ മാന്തു. ഇതാണോ ഞാൻ ഒത്തിരി കറുത്ത് പോയെന്ന് ആരാണ് പറഞ്ഞത്? ഇതൊക്കെയാണ് ഒരുങ്ങി നിന്നില്ലെന്ന് എന്നോട് ആര് പറഞ്ഞു? എൻ്റെ തല ഇറങ്ങിയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ തല എന്നാ ഇതന്നെ അവിടെ അതുപോലെ ഇരുന്നിട്ട് ഞാൻ ചൂടും പിടിച്ച് ആ ഇരിപ്പ് ഇരുന്നിട്ട് എനിക്ക് തല ഇറങ്ങിയത്. ഒത്തി അമ്മയുടെ ഓടി അവിടെ ഇരുന്നോണ്ടാണ് തല ഇറങ്ങിയത്. ഞാൻ തുണിയും മാറി ഞാൻ എവിടെ പോയതാ? കൊച്ചിനെ കൊണ്ട് പോയാണോ? അതിന്റെ പല്ല് നോക്കി അത് എടുത്തിട്ട് വേറെ പല്ല് ഇത് വെച്ച് താൽക്കാലികമായിട്ട്. അതിനൊക്കെ സമയം വേണ്ടേ? പറയാമ്മ. ഇന്ന് ബാഗിൽ പോയി. ബാങ്കിൽ പോയി. അവിടെ പോയി അത് അത്ര നേരം ഇരുന്നിട്ടാണ് അത് കഴിഞ്ഞ് കൊച്ചിൻ്റെ ഇതിന് പോയത്. അപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. 2 മണിക്ക് വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ കുത്തി. അപ്പോൾ ഞങ്ങൾ ഈ വെയിലും പിടിച്ച് അവിടെ വെറും സാധാ ഒരു പതിയെ കിടക്കുന്ന ഫാൻ്റെ കീഴിലാണ് ഞങ്ങളിരുന്നത്. അല്ലാതെ ചുമ്മാ പോയതല്ലല്ലോ ഒരു സ്ഥലത്ത്. സംഭവം എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് കിളി പോയിട്ടിരിക്കുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. മഴക്കാറാണെന്ന് ഉദ്ദേശിച്ചത്, പക്ഷെ അല്ല. സമയം 6 മണി കഴിഞ്ഞതാണ്. ആഹാ കൊച്ചവിടെ കിടന്ന് ഉറങ്ങട്ടെ. എന്റെ പൊന്നെ ഇനി ഒരാഴ്ചത്തേക്ക് ചമ്മന്തി.
അത് അരമണിക്കൂറായത്തില് മറ്റേ കാണിച്ചാൽ ഒന്ന് ചവയ്ക്കുന്നേ അത് കാണിക്കടേ രസമല്ലേ എങ്ങനെ നീ ചേട്ടൻ പറയും ഒന്നുകൂടെ അങ്ങനെയൊന്നുമല്ല അയ്യേ പോടാ പോടാ എന്നെ തിന്നാൻ കൊടുക്കണം അപ്പം എലിപ്പെട്ടിക്കകത്ത് കൈയിടാൻ പറയുക അത് പോന്നു ഇപ്പോൾ ഒരു ഒച്ച കേൾക്കാവേ അത് ഈ വെള്ളം തുറന്നു വിട്ടു വെള്ളം പോകുന്നു വല്ല തോന്നുന്നുണ്ടോ ചേച്ചി ഒന്നും തോന്നുന്നില്ല എന്നാൽ അപ്പുറത്തെ എന്നാത്തിനാ അതിന് ഭയങ്കര സന്തോഷം ഇതേ മാങ്ങ ഇതൊക്കെ എൻ്റെ അപ്പട്ട് അടയ്ക്കാനായിട്ട് ആ വീണ് 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 കണ്ടോ ഇത് വേറെ സൈഡാണല്ലോ പേരയ്ക്ക മാങ്ങയല്ല പേരയ്ക്ക ഈ മുറ്റത്ത് നിൽക്കുന്നോ ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് എങ്ങനെ ഉണ്ണിയോട് പറയാം ഇത് ചെത്താൻ അജയന് വരെ പേടിയായിരുന്നു പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം ഇരുട്ടത് ആ ചേട്ടാ ഇതന്നെ ചേട്ടാ ഇത് ഈ കായ ഇതന്നെ മരവാ ഇതുണ്ട് ഇത് കായ എല്ലാ ദിവസവും ഉണ്ട് 500 അഡ്വാൻസ് 6 ദിവസം ഉണ്ടോ ഞാൻ മേടിച്ചേക്കാം നാളത്തെ കാര്യത്തിൽ വലിയ ഇതില്ലേ ഉറപ്പില്ലേ ആദ്യമേ 10 പിന്നെ താഴത്തെ 2 പോസ്റ്റോട് വെച്ചു ബാക്കി ജോയിൻ ചെയ്ത് ഇന്ന് അത്യാവശ്യം മഞ്ഞുണ്ടെന്ന് മഞ്ഞുണ്ടല്ലേ ഞാനേ ഇതേ അവള് പുറകിൽ എന്തോ പണി ചെയ്യുന്നുണ്ട് ഞാൻ പോയിട്ട് വരാവേ ഞാൻ പോയിട്ട് വരാം നിങ്ങൾ ആരും കേൾക്കുന്നുണ്ടോ എവിടെയാണ് എന്നെക്കുറിച്ച് യാതൊരു വിചാരം ആർക്കും ഇല്ല ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് സാധനം മേടിച്ചു എന്നിട്ട് അത് അന്തസ്സായിട്ട് അവിടെ വെച്ചിട്ട് പോന്നു അവിടെ കടയിൽ തന്നെ ഇനിയിപ്പോൾ അതിനിയും കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം ഈ രാത്രി ഞാൻ ചേട്ടോട് പറഞ്ഞപ്പോൾ നീയും വരാൻ എന്നാൽ പിന്നെ ഇവിടെ എന്തോ എല്ലാം ഞാനും കൂടെ പോയി എടുത്തുകൊണ്ട് വരാം ഓക്കെ
മോഹൻലാൽ വന്നോ? ഒറ്റത്താടിയല്ലേ നല്ലത്. പിന്നെ എനിക്കും അതാ ഇഷ്ടം. അതിന് അതിൻ്റെ എഴുന്നത്തുണ്ട്. ആ എളുപ്പമുണ്ട്. ആ എന്നാ വാങ്ങാൻ വരുവാണ് എന്നോടൊന്ന് പറയണേ. ആ വിളിച്ചേര്. ചിലപ്പം വിളിച്ചാൽ കിട്ടത്തില്ല, ഞാൻ തിരിച്ചു വിളിച്ചോളാം. അപ്പം വൈകിട്ട് ഈ സമയത്തേ വരത്തുള്ളൂ. തിരിച്ച് നാളെ കാണും. നാളെ ഞായറാഴ്ച ഇല്ല കേട്ടോ, തിങ്കളാഴ്ച ഉള്ളൂ. ഞാൻ തിങ്കളാഴ്ച അല്ലേ വിളിക്കാം. നാളെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നും പോയി ചായ കൂടിയും കടിമേടിയിലുവാ പരിപാടി. ആര്? നീയാ? അത് ഞാൻ പഠിക്കുന്നതല്ല. നീ കഴിക്കുന്നല്ലേലും അതോ നിങ്ങളുടെ മുതലാളി കഴിക്കാൻ ഒന്നുമില്ല. ചൂടുണ്ടോ? മഴ കാണുമെന്ന് തോന്നുന്നു. ഇതാണ് കിളിച്ചുണ്ടൻ മാങ്ങ. പേരയ്ക്ക ഇഷ്ടംപോലെ പേരയ്ക്ക അവിടെ കിടന്ന് പോകുന്നു. കടിച്ചുകൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ